ഹായ് ഫ്രണ്ട്സ്, ജെ പെറ്റ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോവിലാണ്. ആൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതിലേതെങ്കിലും ബേഡുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറെ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്. ആദ്യമായി സെയിലിൽ നിന്നിരിക്കുന്നത് ജാവ ഫിഞ്ചസിൻ്റെ ഒരു 4 പേർ അടങ്ങിയ ഒരു ബാച്ചാണ്. 4 പേരും അഡൽട്ട് പേരുകളാണ്. ഒരു പേർ ഫോണും, ഒരു പേർ ഗ്രേയും, ഒരു പേർ വൈറ്റും, ഒരു പേർ സിൽവറുമാണ്. ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് 3000 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് ക്രിംസൺ ബെല്ലി കൊണ്ണൂറിൻ്റെ 2 DNA പെയറാണ്. രണ്ടും സെമി ഡൽറ്റ് കിളികളാണ്. 8 മാസം പ്രായം വരുന്നതാണ്. ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് 8500 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് ഹെലികോപ്റ്റർ ബച്ചീസിൻ്റെ ഒരു 5 പേർ അവൈലബിൾ ആണ്. എല്ലാം അഡൽട്ട് പേരുകളാണ്. ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് 2500 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് യെല്ലോ ടർക്കൂസിൻ പാരക്കീറ്റിൻ്റെ ബ്രീഡിംഗ് പെയറാണ്. 2 പേരാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് 16000 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് ബംഗാളി ഫിഞ്ചസ് ആണ്. ബ്ലാക്ക് ബംഗാളിക്ക് ഒരു പേർ വരുന്ന റേറ്റ് 350, ഫോൺ ബംഗാളിക്ക് ഒരു പേരിന് റേറ്റ് വരുന്നത് 400, വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാളിക്ക് ഒരു പേരിന് വരുന്ന റേറ്റ് 600, വൈറ്റ് ബംഗാളിക്ക് വരുന്ന റേറ്റ് 500 ആണ്. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയായ കാനറി ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. ഈ കാനറി ഫിഞ്ചസ് ആവശ്യക്കാർ ഡിസ്പ്ലേ കാണുന്ന നമ്പറെ വിളിച്ച് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് സൺചിക്ക് കൊണ്ണൂറിൻ്റെ ഫുൾ ടേംഡ് ആയ ഒരു ബേഡാണ്. സെൽഫ് ഫിറ്റിംഗ് ആയതാണ്. ഈ സൺചിക്ക് കൊണ്ണൂറിൻ്റെ റേറ്റ് വരുന്നത് 6000 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയായ സൺകൊണ്ണൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. ഒരു പ്രാവശ്യം ക്ലച്ച് എടുത്ത പെയറാണ്. ഈ സൺകൊണ്ണൂർ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് 14500 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് ആൽബിനോ മോങ്കാണ്. 3 പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് 22000 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് റെഡ് കാനറി ഫിഞ്ചസിൻ്റെ സെമി ഡൽട്ട് ഒരു മെയിലാണ്. DNA കാർഡ് അവൈലബിൾ ആണ്. അതിൻ്റെ ചുണ്ട് പൊട്ടിയിട്ടുണ്ട്, അത് ചെറുതായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 8500 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് ജണ്ട കൊണ്ണൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. നല്ല ക്വാളിറ്റിയായ ജണ്ട കൊണ്ണൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. DNA കാർഡ് അവൈലബിൾ ആണ്. ഈ ജണ്ട കൊണ്ണൂർ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് 9500 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് ജാവ ഫിഞ്ചസ് ആണ്. ഇതിന് ബ്ലാക്കിന് പറഞ്ഞ റേറ്റ് 650, വൈറ്റിന് പറഞ്ഞ റേറ്റ് 750, ഫോൺ കളറിന് പറഞ്ഞ റേറ്റ് 850, സിൽവറിന് 850 ആണ്. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് മോങ്ക് പാരക്കിറ്റിയുടെ ഹാൻഡ് ഫീഡിങ് ചിക്കാണ്. ഗ്രീൻ മോങ്കാണ്. നന്നായി ഫുഡ് എടുക്കുന്ന ഒരു മോങ്ക് ചിക്കാണ്. ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് 10000 രൂപ. DNA വേണമെങ്കിലും DNA ചെയ്ത് തരാമെന്നുള്ളതാണ്. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റിയായ സിസു പപ്പീൻ്റെ ഒരു ഫീമെയിലാണ്. ഇതിന് പ്രായം പറഞ്ഞത് 35 ദിവസമാണ്. ഈ ഫീമെയിൽ പപ്പിക്ക് വരുന്ന റേറ്റ് 9000 രൂപ. അടുത്തതായി സെയിലിൽ നിന്നിരിക്കുന്നത് സൺകൊണ്ണൂറിൻ്റെ ഒരു സെമി ഡൽറ്റ് പെയറാണ്. DNA കാർഡ് അവൈലബിൾ ആണ്. ഒരു 9 മാസം പ്രായമായതാണ്. ഈ സൺകൊണ്ണൂർ പെയറിൻ്റെ റേറ്റ് പറഞ്ഞത് 10000 രൂപ.
അടുത്തതായി സെയിലിൽ വന്നിരിക്കുന്നത് ജംബോ ഫിഞ്ചസിൻ്റെ ഒരു 6 പെയർ അടങ്ങിയ ഒരു ബാച്ചാണ്. ഒരു മെയിലിൻ്റെ കാലിന് ബെൻഡാണ്, ബാക്കി എല്ലാം പക്ക ഹെൽത്തിയാണ്. എല്ലാ അഡൽട്ട് കിളികളാണ്, റെഡി ടു ബ്രീഡ് കണ്ടീഷനാണ്. അങ്ങനെ ഈ 6 പെയർ അടങ്ങിയ ജംബോ ഫിഞ്ചസ് ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് വെറും 3000 രൂപ. അടുത്തതായി സെയിലിൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് ഔൾ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പെയറാണ്. ഈ ബ്ലാക്ക് ഔൾ ഫിഞ്ചസ് അഡൽട്ട് പെയറിൻ്റെ റേറ്റ് വരുന്നത് 1800 രൂപ. അടുത്തതായി സെയിലിൽ നിൽക്കുന്നത് നല്ല ക്വാളിറ്റിയായ പൈനാപ്പിൾ കൊണ്ണൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. DNA കാർഡ് അവൈലബിൾ ആണ്. ഈ പൈനാപ്പിൾ കൊണ്ണൂർ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് പറഞ്ഞത് 3000 രൂപ. അടുത്തതായി സെയിലിൽ നിൽക്കുന്നത് നോർമൽ കത്രോഡ് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. ഒരു പ്രാവശ്യം ക്ലച്ച് എടുത്ത പെയറാണ്. 3 കുഞ്ഞുങ്ങളെ കിട്ടിയ പെയറാണ്. ഈ നോർമൽ കത്രോഡ് ഫിഞ്ചസ് ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് പറഞ്ഞത് 2200 രൂപ. അടുത്തതായി സെയിലിൽ നിൽക്കുന്നത് ഫോൺ കളർ ഔൾ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പെയറാണ്. റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പെയറാണ്. ഈ ഫോൺ കളർ ഔൾ ഫിഞ്ചസ് അഡൽട്ട് പെയറിൻ്റെ റേറ്റ് പറഞ്ഞത് 1800 രൂപ. അടുത്തതായി സെയിലിൽ നിൽക്കുന്നത് യെല്ലോ ഷെയ്ഡ് കൊണ്ണൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. DNA കാർഡ് അവൈലബിൾ ആണ്. ഈ യെല്ലോ ഷെയ്ഡ് കൊണ്ണൂർ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് പറഞ്ഞത് 3000 രൂപ. അടുത്തതായി സെയിലിൽ നിൽക്കുന്നത് ഗ്രേ ലോങ് ടെയിൽ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പെയറാണ്. റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പെയറാണ്. ഈ ഗ്രേ ലോങ് ടെയിൽ ഫിഞ്ചസ് അഡൽട്ട് പെയറിൻ്റെ റേറ്റ് പറഞ്ഞത് 1300 രൂപ. അടുത്തതായി സെയിലിൽ നിൽക്കുന്നത് ലൂട്ടിനോ പാരറ്റ് ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പെയറാണ്. റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പെയറാണ്. DNA കാർഡ് അവൈലബിൾ ആണ്. ഈ ലൂട്ടിനോ പാരറ്റ് ഫിഞ്ചസ് അഡൽട്ട് പെയറിൻ്റെ റേറ്റ് വരുന്നത് 11000 രൂപ. അടുത്തതായി സെയിലിൽ നിൽക്കുന്നത് സൺചിക്കൊണ്ണൂറിൻ്റെ ഒരു 9 മാസം പ്രായമായ DNA പെയറാണ്. ഈ സൺചിക്കൊണ്ണൂർ പെയറിൻ്റെ റേറ്റ് വരുന്നത് 9500 രൂപ. അടുത്തതായി സെയിലിൽ നിൽക്കുന്നത് സീ ഗ്രീൻ പാരറ്റ് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ്. DNA കാർഡ് അവൈലബിൾ ആണ്. ഈ സീ ഗ്രീൻ പാരറ്റ് ഫിഞ്ചസ് ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് 12000 രൂപ. അടുത്തതായി സെയിലിൽ നിൽക്കുന്നത് ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പെയറാണ്. ഫീമെയിൽ ബേർഡ് വീക്കാണ്. ഈ ഫീമെയിൽ ബേർഡിന് റേറ്റ് ഇട്ടിട്ടില്ല. ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത് 1050 രൂപ. അടുത്തതായി സെയിലിൽ നിൽക്കുന്നത് ഫോൺ കളർ ലോങ് ടെയിൽ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പെയറാണ്. റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പെയറാണ്. ഈ ഫോൺ കളർ ലോങ് ടെയിൽ ഫിഞ്ചസ് അഡൽട്ട് പെയറിൻ്റെ റേറ്റ് പറഞ്ഞത് 1300 രൂപ. അടുത്തതായി സെയിലിൽ നിൽക്കുന്നത് റെഡ് ഫേസ് പാരറ്റ് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് മെയിലാണ്. DNA കാർഡ് അവൈലബിൾ ആണ്. ഈ റെഡ് ഫേസ് പാരറ്റ് ഫിഞ്ചസ് ബ്രീഡിംഗ് മെയിലിൻ്റെ റേറ്റ് പറഞ്ഞത് 4250 രൂപ. അടുത്തതായി സെയിലിൽ നിൽക്കുന്നത് ഫിഞ്ചസിൻ്റെ റിംഗ് ആണ്. ഇതിനകത്ത് 100 പീസാണ് ഉള്ളത്. ഈ 100 പീസിനും കൂടി പറഞ്ഞ റേറ്റ് 150 രൂപ. അടുത്തതായി സെയിലിൽ നിൽക്കുന്നത് ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ്. വലിയ ഏവരിക്കകത്തൊക്കെ തൂക്കിയിടാൻ പറ്റിയ ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ്. ഇതിനകത്ത് 1 കിലോ തേന കൊള്ളുന്നതാണ്. ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് 250 രൂപ. ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ബേഡുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്. ആൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്.